Hello dear students, all of you welcome once again. Last day we discussed what are the areas in which management can make use of marginal costing for making decisions, or simply the applications of marginal costing. So these are the areas in which management can make use of this technique of costing, marginal costing. Of which the first one, profit planning, that we already discussed. The second one, pricing decision, that is the topic of today. And you know that under normal circumstances, the price of a product should be fixed at total cost plus a desired margin of profit. Usually നമ്മൾ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യണം, പ്ലസ് വി വാണ്ട് ടു ഹാവ് എ മാർജിൻ, എ പ്രോഫിറ്റ് അല്ലേ. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് യൂഷ്വലി ഫിക്സ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് ഉണ്ടാകുക. ബട്ട് അണ്ടർ സം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് പ്രോഡക്ട്സ് വിൽ ഹാവ് ടു ബി സോൾഡ് അറ്റ് എ പ്രൈസ് ബിലോ ദി ടോട്ടൽ കോസ്റ്റ് ഓർ അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ ഈവൻ ബിലോ ദി മാർജിനൽ കോസ്റ്റ്. Okay, marginal costing technique help the management in fixing the selling price at different market situation. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ടോട്ടൽ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായിരിക്കും നമ്മളുടെ സെല്ലിംഗ് പ്രൈസ്. പക്ഷേ സം ടൈംസ് വി ഫിക്സ് അവർ പ്രൈസ് ബിലോ ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് വി വിൽ ഡിസ്കസ് നൗ. ഇനി അതുമല്ലാതെ ചിലപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രം കവർ ചെയ്താൽ മതി, ഫിക്സ്ഡ് കോസ്റ്റ് പോലും നമ്മൾ കവർ ചെയ്യാതെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. ആൻഡ് കുറച്ചും കൂടെ ഒരു എക്സ്റ്റെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് ഈവൻ ബിലോ ദി മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. സോ വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് we have to fix the selling price even below the marginal cost or variable cost, that we can look first, then we will move to a question for discussing the pricing decision, right? So product may be sold at a price below the marginal cost in special cases. For example, when a new product is launched in the market, when the new markets are explored in a foreign country and you want to popularize a product, in that case also you have to fix the selling price below the marginal cost or selling price below the total cost to eliminate a weaker competitor from the market, to dispose of perishable products and surplus stock. വിറ്റഴിക്കൽ വിൽപ്പനയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് അവരുടെ ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പെരിഷബിൾ പ്രോഡക്ട്സിൻ്റെ കേസിൽ മിൽക്ക് അങ്ങനത്തെയുള്ള പെരിഷബിൾ പ്രോഡക്ട്സിൻ്റെയൊക്കെ കേസിൽ സംടൈംസ് ദേ ആർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ഈവൻ ബിലോ ദി വേരിയബിൾ കോസ്റ്റ് ഓർ മാർജിനൽ കോസ്റ്റ്, അല്ലേ, ടു അവോയ്ഡ് ദ റിട്രെഞ്ച്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് കീപ് ദ പ്ലാന്റ് ഇൻ റണ്ണിങ് കണ്ടീഷൻ. റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ റിട്രെഞ്ച്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യും, റണ്ണിങ് കണ്ടീഷനിൽ പ്ലാന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ പ്രൊഡക്ഷൻ, അറ്റ് ലീസ്റ്റ് ദേ ഹാവ് ടു കീപ് ദെയർ പ്ലാന്റ് റണ്ണിങ്. ആ സമയത്തും എന്ത് ചെയ്യും, ദേ മേ ഫിക്സ് ദ പ്രൈസ് ബിലോ ദി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, when the sale of one product will push up the sale of a joint product. So these are the different situations. ഇപ്പോൾ stiff competition, tight competition ഒക്കെ ആകുമ്പോൾ the management is forced to reduce the selling price. അപ്പോൾ അവരെ പ്രോഫിറ്റിനുള്ള എലമെൻറ്റ് ഫസ്റ്റ് അവർ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിരിക്കാം. മേ ബി അതും കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതുകൊണ്ട് പോലും അവർക്ക് മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ they will think of reducing the selling price ബിലോ ദി ടോട്ടൽ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് തൽക്കാലം കവർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും, താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്താലും ദാറ്റ് വിൽ ബി ദർ. അതുകൊണ്ട് അത് നമുക്ക് ഫോർഗോ ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്താൽ മതി. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് തിങ്ക് ചെയ്യുക, അല്ലേ. അപ്പോൾ അതിൻ്റെയും ഒരു എക്സ്ട്രീമാണ്. അതിനും പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് മേ ബി ഫോഴ്സ്ഡ് ടു റിഡ്യൂസ് ഈവൻ ബിലോ ദി മാർജിനൽ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പോലും കിട്ടാതെ അവരെന്ത് ചെയ്യേണ്ടി വരും, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. സോ അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഹൗ ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് ഇഫക്റ്റീവ്ലി അണ്ടർ ഓൾ ദീസ് സർക്കംസ്റ്റാൻസസ്. Okay, today you are having a question for the second application, pricing decision, that is here. A toy manufacturer produces 30,000 toys at 60% of the installed capacity and sells it at rupees 30 per unit, earning a profit of rupees 6 per unit. Its cost structure is given.
This is the cost structure. Direct material rupees 8 per unit, direct labor 2 per unit, works overhead 12 per unit. Works overhead in 50% is fixed. Selling overhead 2 per unit, 25% is varying, means 75% of selling overhead is also fixed. Okay, that is amounting to rupees 24. That is the total cost, and they are having a profit of rupees 6 per unit. For 24 plus their profit, total cost 24 plus 6 rupees profit. 30 rupees is the selling price of the toy manufactured by the company. Okay, during the current year, he desires to produce the same number but expects that same number means company currently manufacturing 30,000 toys. Same number they want to produce this year also, but they expect that his fixed charges will increase by 10%. Okay, second thing is direct labor rate will increase by 20%. Rates of material will raise by 5%. Selling price will remain the same. So these are the circumstances under which എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണ്? ഫിക്സ്ഡ് ചാർജസ് ഇൻക്രീസ് ചെയ്യും, ലേബർ ചാർജ് വിൽ ഓൾസോ ഇൻക്രീസ്, റേറ്റ്സ് ഓഫ് മെറ്റീരിയൽ വിൽ ഓൾസോ റേസ്. ത്രീ തിങ്സ് they will be having an increase. Selling price is not changing, that is rupees 30 per unit. Okay, the question is here, under these circumstances he obtains an order for further 20% of the capacity. What minimum price will you recommend for accepting the order to give the manufacturer an overall profit of rupees 1,80,000? Okay, these are the situations. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റാൻസിൽ കമ്പനി കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 60% കപ്പാസിറ്റിയേ ഉള്ളൂ. അഡീഷണൽ 20% കപ്പാസിറ്റി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ 20% കപ്പാസിറ്റിക്ക് ഓർഡർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് മിനിമം പ്രൈസ് വിൽ യു recommend for accepting that order? Minimum price that you have to decide, and at the same time you want to generate a profit of rupees 1,80,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അഡീഷണൽ ഓർഡർ 20% കപ്പാസിറ്റിക്ക് എന്ത് മിനിമം പ്രൈസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. മിനിമം പ്രൈസാണ്, മാക്സിമം പ്രൈസ് അല്ല, യൂഷ്വൽ പ്രൈസ് അല്ല, മിനിമം. What minimum price will you recommend for accepting that order, and so that will give you a profit of rupees 1,80,000. So that is the question now. So previous year, current year, two situations are given there as part of solution. അപ്പോൾ നിങ്ങൾക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 8 per unit ആയിരുന്നു ഈ വർഷം. നമുക്ക് 5 material charges will raise by 5%. that you know ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലേബർ കഴിഞ്ഞ വർഷം 2 rupees per unit ആയിരുന്നു, അത് 20% റേസ് ഉണ്ട് ഈ വർഷത്തിൽ. അതുപോലെ വർക്ക്സ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഫിക്സഡ് വേരിയബിൾ പോർഷൻസ് ആർ ഗിവൺ ദർ. അതിലെ ഫിക്സഡ് ചാർജസ് വിൽ ഇൻക്രീസ് ബൈ 10% ദിസ് ഇയർ. അപ്പോൾ കറൻറ്റ് ഇയർ എന്തൊക്കെയാണ് എന്തൊക്കെ ചാർജസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഇൻക്രീസ് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്രീവിയസ് ഇയർ, യു ലുക്ക് പ്രീവിയസ് ഇയറിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വർക്ക്സ് ഓവർഹെഡ്, അതുപോലെ സെല്ലിംഗ് ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേരിയബിൾ പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. So 16.5 rupees per unit is the variable cost. വേരിയബിൾ ഓവർഹെഡ്സ്, വർക്ക്സ് ഓവർഹെഡ് 6 എങ്ങനെയാണ് കിട്ടിയത്? 12 rupees ആണ്. 50% ഫിക്സ്ഡ് ആണ്, മീൻസ് 6 rupees വേരിയബിൾ കോസ്റ്റ് ആണ് വർക്ക്സ് ഓവർഹെഡ്. അതുപോലെ സെല്ലിംഗ് ഓവർഹെഡ് 2 rupees ആണുള്ളത്, അതിൻ്റെ 25% ഈസ് വേരിയിങ്, മീൻസ് 0.5 50 പൈസ ഈസ് ദ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തതാണ് എന്നുള്ളത്, അല്ലേ?
ഇപ്പോൾ നമ്മളുടെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി ഗെറ്റ് പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് വർക്ക്സ് കോസ്റ്റ്. സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് വി ആഡ്, വി വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ്. റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 16.5 ആണ്. കറൻറ്റ് ഇയർ ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ദ ഇൻക്രീസ് ഇൻ prices of material, labor and all, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 17.3. അതെങ്ങനെ അറൈവ് ചെയ്തു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5% ഇൻക്രീസ് ആണ്. 8 റുപ്പീസാണ് ഇപ്പോൾ ഉള്ള മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. 5% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 8 റുപ്പീസിൻ്റെ 5% 40 പൈസ 8.4 ആയിട്ട് മാറും. 8 ഉള്ളത് 8.4 ആയിട്ട് മാറും. അതുപോലെ ലേബർ ചാർജസും 2 റുപ്പീസ് ഉള്ളത് 2.4 ആയിട്ട് മാറും. വർക്ക്സ് ഓവർ ഹെഡിൻ്റെ വേരിയബിൾ പോർഷന് ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെയും വേരിയബിൾ പോർഷൻ ഈസ് നോട്ട് ചേഞ്ചിങ്, ഓൺലി ദ ഫിക്സഡ് പോർഷൻ ഈസ് ചേഞ്ചിങ്. റൈറ്റ്. സോ ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ദ ന്യൂ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 17.3 and your selling price is not changing in both the cases, that is 30 rupees per unit. So contribution per unit in the new changed scenario is 12.7 rupees. Earlier it was 13.5. ഇപ്പോൾ അതുള്ളത് ആകെ എത്രയേ ഉള്ളൂ? 12.7 rupees ഉള്ളൂ. So total contribution that you can calculate, the company if they are not changing their level of production 60% capacity utilize ചെയ്യുകയാണെങ്കിൽ they can produce 30,000 units. അപ്പോൾ 30,000 units സെല് ചെയ്യുമ്പോൾ they are having a contribution total of 3,81,000. ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ വി ഗെറ്റ് ദ പ്രോഫിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് 2,25,000. ദാറ്റ് വാസ് ദ ഫിക്സ്ഡ് കോസ്റ്റ് ലാസ്റ്റ് ഇയർ. അതിൽ 10% ഇൻക്രീസ് ഈസ് ദർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹിസ് ഫിക്സ്ഡ് ചാർജസ് വിൽ റേസ് ബൈ 10% എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉണ്ടായിരുന്നത്? വർക്ക്സ് ഓവർ ഹെഡിലെ 6 റുപ്പീസ്, സെല്ലിംഗ് ഓവർ ഹെഡിലെ 1.5 rupees, means 7.5 rupees per unit ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. അതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ദാറ്റ് വിൽ നോട്ട് ബി ചേഞ്ചിങ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പണി. അപ്പോൾ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 7.5 rupees ഇൻറ്റു 30,000, 2,25,000. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫിക്സ്ഡ് ചാർജസ് ദിസ് ഇയർ വിൽ റേസ് ബൈ 10%. സോ ദാറ്റ് 10% ഇൻക്രീസ് ദാറ്റ് വി വിൽ ഇൻകോർപ്പറേറ്റ് 2,25,000 ഇൻറ്റു 10%. സോ ദാറ്റ് the total fixed cost under the changed scenario will be 2,47,500. So when we deduct fixed cost from your contribution, the profit is 1,33,500. Right? നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? യു വാണ്ട് ടു എൻജോയ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1,80,000 ആൻഡ് യു ആർ റിസീവിങ് ആൻ അഡീഷണൽ ഓർഡർ ഫോർ 20% കപ്പാസിറ്റി. 20% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് നമ്മളധികം കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ആ യൂണിറ്റ്സിന് പുതിയ കിട്ടിയ ഓർഡറിന് നിങ്ങൾ എത്ര മിനിമം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ടു the profit to be made from the additional capacity is 46,500. എങ്ങനെയാണ് നമ്മൾ അറൈവ് ചെയ്തത്? പ്രോഫിറ്റ് റെക്കമെൻഡഡ് ഈസ് 1,80,000. 1,80,000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. കറൻ്റ്ലി ഈ ചേഞ്ച്ഡ് സിനാറിയോയിൽ കമ്പനി ഈസ് ഹാവിങ് എ പ്രോഫിറ്റ് ഓഫ് 1,33,500. അപ്പോൾ ബാക്കി എത്ര ഇനി ജനറേറ്റ് ചെയ്യേണ്ടത്? 1,80,000 മൈനസ് 1,33,500. സോ ദാറ്റ് ഇറ്റ് വിൽ ബി 46,500 rupees, right? Required profit is 1,80,000, current profit 1,33,500. So from the additional capacity we want to generate a profit of rupees 46,500. So for generating a profit of 46,500, what selling price that we have to fix? That is the question. Okay.
ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20% കപ്പാസിറ്റി, അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. 30,000 യൂണിറ്റ്സ് ആണ് 60% കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1% ആകുമ്പോൾ എത്ര യൂണിറ്റ്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 30,000 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് അഡീഷണൽ 20% എന്ന് പറയുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 30,000 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ 1% കിട്ടും ഇൻറ്റു 20%. That will be 10,000 units. Means 20% capacity means 10,000 യൂണിറ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ആ 10,000 യൂണിറ്റ്സിനുള്ള ഓർഡർ കിട്ടുമ്പോൾ 10,000 യൂണിറ്റ്സിന് എന്ത് മിനിമം സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ്റെ സമയത്ത് ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റിൻ്റെ കേസിൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് മിനിമം പ്രൈസ് എന്ന് പറയുമ്പോൾ വി വാണ്ട് ടു കവർ അവർ വേരിയബിൾ കോസ്റ്റ്, ബിക്കോസ് ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ ആദ്യത്തെ 30,000 യൂണിറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ മിനിമം നമുക്ക് എന്ത് കിട്ടിയാൽ മതി? വേരിയബിൾ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഓഫ് 10,000 യൂണിറ്റ്സ് നമുക്ക് കിട്ടണം. പ്ലസ് അഡീഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 46,500, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വേരിയബിൾ കോസ്റ്റ് ഓഫ് 10,000 യൂണിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ 1,73,000 അറൈവ് ചെയ്തത്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് here it is 17.3 under the changed circumstances. 17.3 per unit is the variable cost per unit. So 17.3 into 10,000 units you are selling, total variable cost will be 1,73,000 plus 46,500. that is the additional profit to be generated. ഇത് രണ്ടും കിട്ടിയാൽ മതി. വേരിയബിൾ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കിട്ടിയാൽ മതി അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് ദാറ്റ് വി ഓൾറെഡി കവേർഡ്. ഇവിടെ നമ്മൾ മിനിമം പ്രൈസ് ആണ് ചോദിച്ചതെന്നുള്ളതുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതുകൊണ്ട് എഗെയിൻ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ല, വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സോ വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 10,000 യൂണിറ്റ്സ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 10,000 സോ ദാറ്റ് ഇറ്റ് വിൽ ബി 21.95 rupees. That is the selling price, minimum selling price to be fixed for the additional order of 10,000 units, so that will give the manufacturer an overall profit of rupees 1,80,000. Okay, so that's all.